വിഷുദിനത്തിൽ പതിപോലെ തന്നെ കുറച്ച് പടക്കം ഇങ്ങട് വാങ്ങി വെറൈറ്റി ആയിട്ട് എങ്ങനെയൊക്കെ പൊട്ടിക്കാമെന്നായിരുന്നു ഞാൻ നോക്കിയത്. അതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ പൊട്ടിച്ച് തീർത്തു. എന്താണ് പതിപോലെ തന്നെ വലിയ അപകടങ്ങളൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ ദിവസം അങ്ങോട്ട് കടന്നു. പിറ്റേ ദിവസം 15-ാം തീയതി വീട്ടുകാരും ഒപ്പം തന്നെ അച്ഛൻ്റെ പ്രിയ സുഹൃത്ത് ഞങ്ങളുടെ സ്വന്തം ലത്തീഫ്ക്കയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും പിന്നെ നമ്മുടെ സ്വന്തം താത്ത എല്ലാവരും കൂടെ കൂടിയിട്ട് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മുടെ സുഹൃത്തുക്കളൊന്നും ഈ ഒരു വീഡിയോയിലില്ല. ഓണത്തിന് അതിഗംഭീരമായിട്ട് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി എല്ലാവരും നമ്മൾ വിളിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സങ്കടമുണ്ട്. എന്താണെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫാമിലി മാത്രം ഞങ്ങൾ ചെറുതായിട്ട് നമ്മുടെ ഗൂഡല്ലൂർ ഭാഗത്ത് പോകുമ്പോൾ ഹട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്രോൾ നമ്മുടെ കേരളത്തിൽ നിന്നാണ് അടിച്ചത്. അവിടെ ഇവിടെ നോക്കുന്ന സമയത്ത് ഏകദേശം 3 രൂപയുള്ള ഡിഫറൻറ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. എന്താണ് നമ്മുടെ ഗൂഡല്ലൂർ കയറി ചെല്ലുന്ന സമയത്ത് നാട് കാണിയിൽ നമ്മുടെ ഏട്ടൻ്റെ ഒരു കടയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചായ കിട്ടും. ഒപ്പം തന്നെ അവിടെ ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അതിനുശേഷം ബില്ലും കൊടുത്ത് നേരെ ഞങ്ങൾ ഹട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാട്ടോ ഈ കാണുന്നത്. എന്നാലും വൈകുന്നേരം സമയത്ത് എത്തിയപ്പോൾ അതിനായിട്ടുള്ളൊരു ഒരു മനോഹാരിത അവിടെ ഉണ്ടായിരുന്നു. ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. ഇനി ഞങ്ങളിവിടെ ഹട്ടിയിൽ പോകുമ്പോൾ മുകൾ ഭാഗത്ത് നല്ലൊരു ഒരു മൊട്ടക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഞങ്ങൾ കടന്നു പോകാം കേട്ടോ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ മുകളിൽ പോകുന്നത്. എന്തായാലും നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ഇപ്രാവശ്യത്തെ ചേച്ചിയെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ വീഡിയോ എടുക്കുകയായിരുന്നു ഞാൻ. അതും കഴിഞ്ഞ് നേരെ ഒരു ചായയും കുടിച്ച് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിഷുദിനം എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് കമൻറ്റ് ഇട്ടേക്കൂ കേട്ടോ.